ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് ലൈഫ്. ഇന്ന് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ? ഇന്ന് നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഒരു ഹെയർ ടോണർ പോലെയൊക്കെയാണ്, പക്ഷേ ഇത് തലയിൽ ഒരു 10-20 മിനിറ്റ് വെച്ച് നമ്മൾ കഴുകി കളയുന്ന രീതിയിലുള്ള ഒരു ടോണറാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഉലുവ പാക്കൊക്കെ ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു ലൈറ്റായിട്ടൊരു പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ്. നല്ല കരിഞ്ജീരകം എടുക്കുക. അത് നല്ല കഴുകിയിട്ടുള്ള കരിഞ്ജീരകമാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ്മേരി ലീഫാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ട് വരാം. ഞാനങ്ങനെ കഴുകി സൂക്ഷിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി സൂക്ഷിച്ച് 2-3 തവണ കഴുകി സൂക്ഷിച്ചു, അതൊക്കെ പൂപ്പൽ പിടിച്ച് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു 8-9 പേരയുടെ ഇലയാണ്. നല്ല മൂത്തതുമല്ല എന്നാൽ നല്ല ഇളയതും അല്ലാത്ത പേരയുടെ ഇല. ഇത്രയും നമ്മൾ കഴുകിയെടുത്തുകൊണ്ട് വരിക. കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ, പിന്നെയും ലോ, പിന്നെയും മീഡിയം, ആ രീതിയിൽ തിളപ്പിക്കുക. അതായത് ഇതിൽ സത്തുക്കളെല്ലാം ഇറങ്ങി വരണം. നല്ല രീതിയിൽ വെള്ളത്തിലേക്ക് സത്തുക്കളെല്ലാം ഇറങ്ങി വരുമ്പോൾ വേണം നമുക്കിത് ഓഫ് ചെയ്യാൻ. അതായത് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 1 ഗ്ലാസ് ആവുന്ന രീതിയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടി വെച്ച് തിളപ്പിക്കരുത്. ആദ്യമേ കുറഞ്ഞ അളവിൽ വയ്ക്കുക, പിന്നെ കൂട്ടി വയ്ക്കുക. ആ രീതിയിൽ വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നിറവ്യത്യാസമൊക്കെ കണ്ടു. 1 ഗ്ലാസോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കാൻ വെക്കണം. തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പാക്ക് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. അതിൻ്റെ സത്തുക്കളെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടതിൻ്റെ നിറം വ്യത്യാസമൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഈ നിറമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം വേണം അരിച്ചെടുക്കാൻ. നമുക്കത് അരിച്ച് എടുക്കാം. ഒരു അരിപ്പ് വെച്ചിട്ട്, ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം. തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്, കാരണം ഒട്ടും പൊടിയില്ലാണ്ട് കിട്ടും. ഞാനിപ്പം ഒരു സ്റ്റെയിനർ വെച്ചിട്ടാണ് സ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് അരിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പാക്ക് ഇവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടിയിൽ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ വെക്കണമെന്നില്ല, ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ വെക്കണം. കാരണം പേരയുടെ ഇലയുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ മുടി ഡ്രൈ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക. മറ്റുള്ള ഷാമ്പൂ, കണ്ടീഷണറൊന്നും ഉപയോഗിക്കാണ്ട് നല്ല പച്ചവെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. ഇതിന് ചെറിയൊരു കറ പോലെ ഉണ്ടാവും, അപ്പം നല്ല രീതിയിൽ കഴുകിയെടുക്കുക. എല്ലാവരും പാക്കൊന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.